സമസ്തയെ സ്നേഹിക്കുന്നവർ കരുതിയിരിക്കണം, കരുതലോടെ നീങ്ങണം. അത് പറയാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. അപ്പോ ഓരോ പഞ്ചായത്തിലും നടക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ജില്ലാ കമ്മിറ്റിയിൽ വന്ന ആളാരാ? സുപ്രഭാതത്തിനെതിരെ ശത്രുക്കൾ പോലും, ഇവിടുത്തെ SSF പോലും സുപ്രഭാതത്തിനെതിരെ രൂക്ഷമായി ഇതുപോലെ വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വഹാബികൾ പറയുന്നത് കണ്ടിട്ടില്ല. സുപ്രഭാതം പത്രത്തിനെതിരെ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ പോലും ഇതുപോലെ രൂക്ഷമായി വിമർശിക്കാറില്ല. അതിനേക്കാൾ കടുത്ത ഭാഷയിൽ പരസ്യമായി സുപ്രഭാതത്തെ മഹല്ലത്തുകളിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി പരസ്യാഹ്വാനം ചെയ്ത വ്യക്തിയാണ് ഒരു ജില്ലയുടെ പ്രധാന ഭാരവാഹിയായി നിയമിക്കപ്പെട്ടിരിക്കുന്നത്. അയാൾ സമസ്തക്ക് എന്ത് ഗുണ ചെയ്യാൻ പോണത്? സമസ്തയുടെ സെക്രട്ടറിക്കെതിരെ കമ്മ്യൂണിസ്റ്റ് ആരോപണം നടത്തിയവൻ, സഖാവെന്ന് ആക്ഷേപിച്ചവൻ, അവനാ SMF ജില്ലാ ഭാരവാഹി. ഇത് വിളിച്ചു പറഞ്ഞാൽ നമ്മൾ മരക്കുറ്റി, നമ്മൾ ഷജറ. സുപ്രഭാതത്തിനെതിരെ ക്യാമ്പയിൻ നടത്താ, കുഴപ്പമില്ല. ജിഫിരി തങ്ങളെ സഖാവാക്ക, കുഴപ്പമില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഇവിടെ ജിഫിരി സയ്യിദുൽ ഉലമക്കെതിരെ സമസ്തയുടെ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ രഹസ്യമായും പരസ്യമായും സംസാരിച്ച പല റെക്കോർഡുകളും കേട്ടവരാ നമ്മള്. ആരെങ്കിലും പ്രതികരിച്ചോ? ഇല്ല. നമ്മളാ പ്രതികരിക്കാണ്ടിരുന്നത്. എന്തേ? നമ്മളെ മുമ്പിൽ സമസ്തയാണ്, അതുകൊണ്ടാ പ്രതികരിച്ചത്. ഇന്നും പ്രതികരിക്കും. 14 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു ആദർശത്തിന്റെ സംരക്ഷണമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിർവഹിക്കുന്നത്. 1 നൂറ്റാണ്ടോളം എന്ന് പറയുന്നത് സമസ്ത എന്ന സംഘടനാ സംവിധാനത്തിന്റെ പൈതൃകത്തെ കുറിച്ചാണ്. ആശയപരമായി 14 നൂറ്റാണ്ടിന്റെ പൈതൃകമാണ് സമസ്തയിലൂടെ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്. ആ 14 നൂറ്റാണ്ടിന്റെ വഴിയിൽ നിന്ന് ഈ ഉമ്മത്തിനെ ചിലർ വ്യതിചലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോഴാണ് ഇവിടെ സമസ്ത ഉണ്ടായത് തന്നെ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്നും ഇതിന്റെ പ്രാരംഭത്തിലും ഇപ്പോ 2025 ബിദ്അത്തിന്റെ നവീന ആശയത്തിന്റെ ലാഞ്ചന കണ്ടാൽ അതിനെതിരെ പ്രതികരിച്ചിരിക്കും, നടപടി സ്വീകരിച്ചിരിക്കും. സമസ്തയെ സ്നേഹിക്കുന്ന ആളുകൾ ആ നടപടിക്ക് അല്ലെങ്കിൽ ആ സമസ്തയുടെ തീരുമാനത്തിന്റെ കൂടെ ശക്തമായി ഉറച്ചു നിൽക്കുകയും ചെയ്യും. പിന്നെ അത്തരം സാഹചര്യങ്ങളിൽ ഇവിടെ നേരത്തെ പ്രഭാഷകർ പറഞ്ഞതുപോലെ ചാപ്പയടിക്കപ്പെടൽ അത് പ്രശ്നമൊന്നുമല്ല. ഖുറാഫിയോട് എന്ന് വഹാബിയോട് നമ്മൾ പറയുന്നില്ലേ? വഹാബിയോട് നമ്മൾ ഖുറാഫിയോട് കാലങ്ങളായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് എന്തുണ്ടായി? നമ്മൾ ഖുറാഫിയോട് അവർ പറഞ്ഞാൽ നമ്മൾ തവസുലിന്റെ ആളുകളാണ്, ഇസ്തിഗാസയുടെ ആളുകളാണ്, തബറുക്കിന്റെ ആളുകളാണ്, സുന്നികളാണ്, അതുകൊണ്ട് നിങ്ങൾ ഖുറാഫികളാണ്. അതുകൊണ്ട് ഞാൻ ഖുറാഫിയൊന്നുമല്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉണ്ടാതെ അവിടെ അടങ്ങിയിരുന്നോ? ഇല്ല. എന്നതുപോലെ ഷജറാനോ മരക്കുറ്റീനോ എന്ത് പേര് വിളിച്ചാലും സമസ്തക്കാരൻ എന്ന നിലക്കല്ലേ വിളിക്കപ്പെടുന്നത്? തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് എന്തായാലും അതൊരു സമാധാനമാണ്. വേറെ പേരൊന്നും ചീത്തപ്പേരൊന്നും അല്ലല്ലോ അല്ലേ? ചീത്തപ്പേരൊന്നും നമ്മളെ വിളിക്കാൻ അവർക്കും തോന്നിയില്ലല്ലോ. അതും വലിയ ഞാനാണ്. അത്ര കണ്ടാൽ മതി. അപ്പോ ഏതവസ്ഥയിലും സമസ്തയുടെ കൂടെ നിൽക്കുക എന്നതാണ് ഒരു സമസ്തക്കാരൻ സുന്നി എന്ന നിലയ്ക്ക് നമ്മുടെ ബാധ്യത. ഞാൻ കൂടുതൽ പ്രഭാഷണം നടത്താനല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ഘോരമായ പ്രസംഗത്തിനല്ല. SMF-മായി ബന്ധപ്പെട്ട് ഇവിടെ CIC-യും സത്താർ സാഹിബിന്റെ പ്രഭാഷണത്തിൽ പറയപ്പെട്ട ചില സമന്വയ സ്ഥാപനങ്ങളിൽ ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്ന കളികളും നിങ്ങൾ കേട്ടല്ലോ. അതുപോലെ SMF-ൽ ചില കളികൾ ചിലർ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും കൃത്യമായി ബോധ്യമായ സംഗതിയാണ്. ഇതിപ്പോ നമ്മളിവിടെ വിശദീകരിച്ചാൽ അത് ലീഗ് വിരുദ്ധത കൊണ്ടാണ് എന്നാണ് പറയപ്പെടുക, അവൻ അത് സഖാവായത് കൊണ്ടാണ് എന്നാണ് പറയപ്പെടുക. അതിന്റെ ഒരു രസം ഞാൻ പറഞ്ഞുതരാം. ഒരാഴ്ച മുമ്പ് ഒരു മാധ്യമ പ്രവർത്തകൻ, ഒരു പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിന്റെ റിപ്പോർട്ടർ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് ഞാനുമായി സംസാരിച്ചു. അപ്പോൾ ആ സംസാരത്തിന്റെ ഇടയിൽ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ സമസ്തയുടെ നേതാക്കൾ ഒരു വിഷയം നിങ്ങൾക്കൊരു ബൈറ്റ് തരുമ്പോൾ അവർ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് കൃത്യമായി നിങ്ങൾ അവതരിപ്പിക്കുന്നതിന് പകരം നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി അതിനെ വളച്ചൊടിക്കുകയും ആ പരാമർശം നടത്തിയ അല്ലെങ്കിൽ പ്രസംഗം നടത്തിയ ബൈറ്റ് തന്ന പണ്ഡിതനെ ലീഗ് വിരുദ്ധപക്ഷം, ലീഗ് അനുകൂലപക്ഷം എന്നിങ്ങനെ തരംതിരിക്കുന്നത് എന്തിനാണ്? അത് അവാസ്തവമല്ലേ? ഇവിടെ സമസ്തയും ലീഗും തമ്മിൽ എന്താണ് പ്രശ്നം? അങ്ങനെ ഒരു പ്രശ്നത്തിന്റെ സാധ്യതയുമില്ലല്ലോ. കാരണം രണ്ടും ഒന്ന് മതസംഘടനയാണ്, ഒന്ന് രാഷ്ട്രീയ സംഘടനയാണ്. മഹാനായ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ ദിവസം മാധ്യമത്തോട് പറഞ്ഞ പോലെ മതപരമായ വിഷയങ്ങളിൽ ഇടപെടാൻ സമസ്തയാണ് സർക്കാർ അതിന് ക്ഷണിക്കുക എന്ന് പറഞ്ഞല്ലോ. ആ രീതിയിൽ മതപരമായ വിഷയങ്ങളിൽ സമസ്ത കൈകാര്യം ചെയ്യുന്നു, രാഷ്ട്രീയ വിഷയങ്ങളിൽ സമസ്ത ഇടപെടാറുമില്ല. പിന്നെ ഇവിടെ അങ്ങനെ ലീഗ് സമസ്ത ഫൈറ്റിന്റെ ആവശ്യമില്ലല്ലോ എന്ന് ഞാൻ അയാളോട് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അത് നിങ്ങളെക്കാൾ നന്നായി ഞങ്ങൾക്കറിയാം. ഇവിടെ ആദ്യമായി അങ്ങനെ ഒരു നരേഷൻ കൊണ്ടുവന്നത് മീഡിയ വണ്ണാണ്. പിന്നെ മറ്റു ചില ചാനലുകൾ അത് ഏറ്റുപിടിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഇനി ഇത്തരം വിഷയങ്ങൾ പറയണമെങ്കിൽ ലീഗ് അനുകൂല വിഭാഗം, ലീഗ് വിരുദ്ധ വിഭാഗം എന്നതിനേക്കാൾ മനോഹരമായ മറ്റൊരു വാക്ക് ഞങ്ങൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്ന് ആൾക്കാർ ഞങ്ങൾ വീഡിയോ കാണണമെങ്കിൽ. എങ്ങനെയുണ്ട്? ഇതാണ് അവസ്ഥ, നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇതാണ്. അപ്പോ അത്തരം ഒരു ചാപ്പയും നമ്മെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമസ്തക്കാരൻ എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി.